ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അംബിക മേഡം നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ലെന്ന്. അവർക്ക് പാസ്റ്റ് ഹിസ്റ്ററി കൊണ്ടെന്ന്. എങ്കിൽ നമുക്കത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അമ്മായിയുടെ കള്ളത്തര എല്ലാം നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരണം. അമ്മേ, ഒരു സംശയം. ആരാ അമ്മേ ഈ മഹാദേവ വർമ്മ? അല്ല, അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? ഈ മഹാദേവ വർമ്മ ആരാന്ന്? എടാ, നിനക്ക് എവിടുന്നാണ് ഈ പേരിപ്പ കിട്ടിയേ? അതൊക്കെ പിന്നെ പറയാം. ഈ മഹാദേവ വർമ്മയെ അമ്മയ്ക്കറിയോ? ഞാൻ ആരെ അറിയില്ല. നിന്നോട് ഈ പേര് പറഞ്ഞത് ആരാണെന്ന് എനിക്കറിയേണ്ടത്. അമ്മായി. പത്മാവതി അമ്മായി, മനസ്സിലായില്ലേ? നീയേ അവള് പറയുന്നൊന്നും കേൾക്കരുത്. അവള് പലതും പറയും. ദേ, മേലാൽ നീ അവളോട് സംസാരിക്കരുത്. അവള് ബ്രെയിൻ വാഷ് ചെയ്ത് മനുഷ്യന്റെ മനസ്സൊക്കെ മാറ്റിക്കളയും. മനസ്സിലായോ? നീ ചെല്ല്. എത്രയും പെട്ടെന്ന് പത്മാവതി ആ കെട്ടിടത്തിൽ നിന്നും മാറ്റണം. അതുടനെ ചെയ്യണം. നീ വന്നപ്പോ മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നത്, നിനക്കെന്താ ഒരു ടെൻഷൻ? എന്തോ ഒരു വലിയ കാര്യം നിന്റെ മനസ്സിൽ കിടന്ന് പുകയുന്നുണ്ട്. എന്താടാ പ്രശ്നം? എവിടേക്കാ നീ മാഡം കൂടെ പോയത്? പറയാച്ചാ, എന്റെ ചില സംശയങ്ങള് ഞാൻ അച്ഛനോട് ചോദിക്കാനിരിക്കായിരുന്നു. നീ പേടിക്കണ്ട, അവരൊന്നും ഇവിടെ ഇല്ല. വന്നാ രാധ മാത്രമേ വരൂ. നീ കാര്യം പറ. ഇന്നലെ ഞാനും മാഡം കൂടി ഒരു കാഴ്ച കണ്ടച്ചാ. സത്യം പറഞ്ഞ ഞങ്ങള് ഞെട്ടിപ്പോയി. ആ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ലച്ചാ. അച്ഛന് ഇയാളെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ആളെ ഒരുപക്ഷെ നേരിൽ കണ്ടാ എനിക്ക് മനസ്സിലാവും. ഒരു കാര്യം സത്യ, വർമ്മ സാർ എത്ര കണ്ട് നല്ലവനാണോ അതിന് നേരെ വിപരീത ഈ അംബിക. അവരൊരു ഭയങ്കര സ്ത്രീയാ. ചോരക്കറ പുരണ്ട ഒത്തിരി കഥകളുണ്ട് അവരുടെ പിന്നിൽ. ആ പൂട്ടിയിട്ടിരിക്കുന്ന ആളാരാണെന്നും എന്തിനാണ് അംബിക അയാളെ പൂട്ടിയിട്ടിരിക്കുന്നതും നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. എനിക്കെന്തെന്നില്ലാത്ത പേടിയുണ്ടടാ. ആർദിക മാഡത്തെ കൊല്ലാൻ പോലും
അംബിക മടിക്കില്ല. അച്ഛാ, ഞാൻ എന്തായാലും പ്രതിക മേഡത്തൊന്ന് വിളിക്കാം. രാജു. ഹലോ രാജു. ആ മാഡം, സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. എന്താ രാജു? അംബിക മാഡം പൂട്ടിയിട്ടിരിക്കുന്ന ആളെ കുറിച്ച് ഞാൻ അച്ഛനായിട്ട് സംസാരിച്ചു. എന്നിട്ട്? അച്ഛൻ പറയുന്നത് ഇതിൽ എന്തൊക്കെ കള്ളക്കളികളും രഹസ്യങ്ങളും ഉണ്ടെന്നാ. അംബിക മാഡം നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ലെന്നാ. അവർക്ക് പാസ്റ്റ് ഹിസ്റ്ററി കൊണ്ടെന്ന്. എങ്കിൽ നമുക്കത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അമ്മായിയുടെ കള്ളത്തര എല്ലാം നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരണം. അത് അച്ഛൻ വരുന്നതിന് മുൻപ് തന്നെ ചെയ്യണം. അതിന് എന്താണ് ആദ്യം വേണ്ടത്? ആ, അപ്പൊ നാളെ രാവിലെ മാഡം. ആ ശരി രാജു. അന്നത്തെ ആ കേസ് അതെനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. വർമ്മ സാറിനെ പോലെ ശാന്തശീലനായ ഒരു മിനിസ്റ്റർ അല്ലായിരുന്നെങ്കിൽ എനിക്കിരിക്കാൻ കസേര പോലും ഉണ്ടാവില്ലായിരുന്നു. സത്യസന്ധയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് ഞാൻ. തെറ്റുപറ്റിയത് മിനിസ്റ്റർക്കാണെങ്കിലും വെറുതെ വിടരുതെന്ന് ഞാൻ ചിന്തിച്ചു. അന്നങ്ങനെ പറ്റിപ്പോയി. ഞാൻ മിനിസ്റ്ററോട് സോറിയും പറഞ്ഞതാ. സാറിനത് പ്രശ്നമല്ലായിരുന്നു. പക്ഷേ സോറി പറഞ്ഞാൽ മാറുന്നതല്ലല്ലോ ഞാൻ അദ്ദേഹത്തിന് നൽകിയ അപമാനം. ആ ഒരു തെറ്റു പറ്റിയത് കൊണ്ട് തന്നെ വർമ്മ സാറിന്റെ മകളോടും PA-യോടും എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്. കാര്യം എന്താ പറഞ്ഞോളൂ. മാഡം പറഞ്ഞ പെട്ടെന്ന് വിശ്വസിക്കാൻ പ്രയാസമുള്ളൊരു കാഴ്ചയാ ഞങ്ങൾ ഇന്നലെ കണ്ടത്. അതെ, ആളൊഴിഞ്ഞൊരു വീട്ടില് ഒരു സ്ത്രീയും അവരുടെ ഗുണ്ടകളും ചേർന്ന് ഒരാളെ കെട്ടിയിട്ടിരിക്കുന്നു. വാട്ട്? ഞങ്ങൾ പറഞ്ഞത് സത്യമാണ് മാഡം. വെറുതെ കെട്ടിയിട്ടിരിക്കുകയല്ല, കാലിൽ ചങ്ങലയിട്ട് പൂട്ടിയിട്ടിരിക്കുക. അയാളെ ആ സ്ത്രീയും കുറെ ഗുണ്ടകളും ചേർന്ന് തല്ലിക്കൊല്ലാറാക്കിയിരിക്കുന്നു. ആ സ്ത്രീ ആരാണെന്ന് അറിയാമോ? അറിയാം. അവരുടെ പേര് അംബിക. അംബിക? ആരാണ് ഈ അംബിക? അവരെന്റെ അമ്മായിയ, എന്റെ അച്ഛന്റെ സിസ്റ്റർ. അതായത് വർമ്മ സാറിന്റെ പെങ്ങൾ. അകലേ നോവിനാലേ